ഇന്ന് നമ്മൾ പോകുന്നത് ഡൽഹിയിലെ കുത്തബ് മിനാർ കാണാനാണ് കേട്ടോ. കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ട് ഓൺ ദ വേ ആണ്. ഇപ്പോൾ ഡൽഹിയിലെ തിരക്കൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഡൽഹിയിൽ രാവിലെ നല്ല തിരക്കാണ്. അപ്പോൾ കാറിൽ നമ്മളിങ്ങനെ കുത്തബ് മിനാർ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുത്തബ് മിനാറിൻ്റെ കുറച്ചൊരു ദൂരെയാണ് നമ്മൾ ഹോട്ടലിൽ താമസിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് 1/2 മണിക്കൂറാണ് കാണിക്കുന്നത്. കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഡൽഹിയിലെ തിരക്ക് എന്താണെന്ന്. ഒന്നും പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ആ തിരക്ക് കാരണം നമ്മൾ കുത്തബ് മിനാറിലെത്താൻ കുറച്ച് സമയമെടുക്കും. എന്നാലും ആ, വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുത്തബ് മിനാറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ട്, റോഡിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഞാൻ ഈ സ്ട്രീറ്റ് കാണിക്കുന്നില്ല. എന്തായാലും നമ്മൾ എത്താറായിട്ടുണ്ട്. ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുത്തബ് മിനാറും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും നമ്മൾ കുത്തബ് മിനാറിന് ഗേറ്റിലെത്തി. ടിക്കറ്റ് നമ്മൾ എടുത്തു. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ബോഡി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബോഡി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ബോഡി ചെക്കിങ് ഇങ്ങനെ ആണുങ്ങൾക്ക് പ്രത്യേകം, ലേഡീസിന് പ്രത്യേകം ഇങ്ങനെയാണ്. എന്തായാലും നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു. നമ്മൾ അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. ഇനി ഒരു എണ്ണം കൂടി ഉണ്ട് കേട്ടോ. അത് ഈ ഇവിടുത്തെ ഇതാണ് മെയിൻ ബോഡി എല്ലാം ചെക്ക് ചെയ്യുന്നത് കേട്ടോ. മറ്റടുത്ത് ബാഗ് അത് ഇതൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ അതാ ഈ ഇവിടെ ഇങ്ങനെ ബോഡി ഒന്ന് ചെറുതായിട്ടൊന്ന് തപ്പി നോക്കും. ആ തപ്പി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറി പോകാം കേട്ടോ. എന്തായാലും ബോഡി ചെക്കിങ് കഴിഞ്ഞു. നമ്മൾ അകത്തേക്ക് പോവാണ് കേട്ടോ. അകത്തേക്ക് പോകുമ്പോൾ ഈ വഴിയിലൊക്കെ നിറച്ച് ഫോറിനേഴ്സ് നിൽപ്പുണ്ട്. യൂറോപ്യൻസും അവിടുത്തുകാരും ഇവിടുത്തുകാരും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ വിദേശികൾക്ക് കുത്തബ് മിനാറിനെ കുറിച്ച് ഭയങ്കര വിലയാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുത്തബ് മിനാറിനെ കുറിച്ച് അത്ര ക്യൂരിയോസിറ്റി ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഒന്നാണല്ലോ ഈ കുത്തബ് മിനാർ എന്ന് പറയുന്നത്. അതായത് താജ്മഹൽ, കുത്തബ് മിനാർ, ലാൽ കില ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കുത്തബ് മിനാറൊക്കെ. കുത്തബ് മിനാർ കാണാൻ ആവശ്യം പോലെ മലയാളീസ് ഇവരൊക്കെ ഉണ്ട് കേട്ടോ. മറ്റുള്ള എല്ലാ സംസ്ഥാനത്തിലുള്ള ആൾക്കാരും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ താമസിക്കുന്നവരും കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കയറിയപ്പം കുറേ മലയാളികൾ ഇങ്ങനെ മലയാളം സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. എന്തായാലും ഞാനും ആദ്യമായിട്ട് വരികയാണ് കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോൾ കുത്തബ് മിനാറിൻ്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ചരിച്ച് കാണിക്കണമെങ്കിലും എന്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുത്തബ് മിനാർ ഓരോ വർഷവും 10 വർഷം കൂടുമ്പോഴേ എന്തോ ഓരോ സെന്റിമീറ്റർ ഇതിങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് വരികയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തോ എനിക്കത് സത്യമാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ കള്ളവുമായിരിക്കാം. എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളൊക്കെ നടന്ന് കാണാം. ഇത് ഞാനിവിടെ എല്ലാം സ്ക്രീനിൽ വിശാലമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചരിത്രവും മറ്റുള്ള സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ കൂടുതൽ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് 655 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ കുത്തബ് മിനാർ. ഇത് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോഴത്തേക്കും 1192 ഇവിടുത്തെ സുൽത്താനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് എന്ന ആള് പണി കഴിപ്പിച്ചതാണ് ഈ കുത്തബ് മിനാർ കേട്ടോ. അതാണ് ഇതിന്റെ ചരിത്രം. പക്ഷെ ഇതിപ്പോ ആരും അങ്ങനെ കേറിയില്ല എന്ന് തോന്നുന്നു. ഇത് ഗവൺമെന്റ് ഇപ്പം എന്തോ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നശിച്ചു പോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പല ഭാഗങ്ങളും അടർന്നും പറഞ്ഞും ഒക്കെ പോയി. അവിടെയൊന്നും റീകൺസ്ട്രക്ട് ചെയ്യാതെ ഇങ്ങനെ കിടക്കാന്ന്, ഒന്നും വൃത്തിയാക്കുന്നൊന്നുമില്ല. എന്തോ ഇനി ഒരു ഫ്യൂച്ചറിൽ ഇതെങ്ങാണൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുമോ, റിപ്പയർ ചെയ്യുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടതാണ്. റീകൺസ്ട്രക്റ്റ് ഒക്കെ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തറിയപ്പെടുന്ന ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് ഒന്നും കെയർ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാം ഇത് കേട്ടോ. ആ കല്ലുകളെല്ലാം ഇടിഞ്ഞു പോയി. അവിടെയൊന്നും ആ, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങുകൾ തന്നെ പലതും അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പൊട്ടിപ്പൊളിഞ്ഞെന്നല്ല, തീർത്തും ഇളകി താഴേക്ക് പോയി. പിന്നെ അവിടെയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. ഒന്നും ഒരു കെയർ ചെയ്യുന്നില്ല, ആരും കെയർ ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ചരിത്ര പ്രധാനമായ ഈ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഇന്ത്യക്ക് തന്നെ നഷ്ടമായിരിക്കും. ഇന്ത്യ
ഇന്ത്യ ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഈ കുത്തബ് മിനാർ, ലാൽ കില, താജ്മഹൽ, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്. നമ്മളിപ്പം മറ്റുള്ള കൺട്രികളിലേക്ക് ജീവിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ അറിയാം. ആൾക്കാർ താജ്മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അത്രത്തോളം അറിയില്ലെങ്കിലും അവർക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവുണ്ട്. അപ്പം നമ്മളടുത്ത് ഇത് ഇങ്ങനെ പറയും, ഷാജഹാൻ നിർമ്മിച്ചതാണ്, അവിടെ മുംതാസിന്റെ ശവകുടീരമുണ്ട്, മുംതാസിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്, അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഇതൊക്കെ ജസ്റ്റ് ഈ തിങ്സ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്നിരുന്നാലും ഇത് മറ്റുള്ളവർ ഇത്രത്തോളം ഈ ഹിസ്റ്ററിയൊക്കെ അവർ പഠിച്ചു വെച്ചിരിക്കുന്നു, ഇത് ഇങ്ങനതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് എത്രത്തോളം സന്തോഷം തോന്നുമെന്ന് അറിയാം. ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടെന്നുള്ളത്. ചിലപ്പം ചില രാജ്യങ്ങളിലൊന്നും ചെന്നാൽ നമുക്ക് ഇത്രത്തോളം ഐക്കോണിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്നല്ല, മിക്ക രാജ്യങ്ങളിലും അവരുടേതായ ഐക്കോണിക് സംഭവങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഇത്രത്തോളം ഹിസ്റ്ററി ഒന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതിനെ കുറിച്ച് നമ്മൾ ഇത്രയും കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ആഹ്, എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് അയൺ പില്ലർ കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും വളരെ വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് അയൺ പില്ലർ. അപ്പോൾ എന്തൊക്കെയോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഒന്നും നടക്കുന്നില്ല, എല്ലാം സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ്. ആൾക്കാർ ആവശ്യം പോലെ വന്ന് ഫോട്ടോ എടുക്കലും അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സംഭവമല്ലേ, അത് കാരണമായിരിക്കും. ഓക്കെ, ഞാൻ പോകുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു 10,000 ആൾക്കാർ അവിടെ ഉണ്ട്. ഇനിയും ഇങ്ങനെ കൂടി കൂടി വരാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് പകൽ സമയമായിരുന്നല്ലോ, അപ്പൊ വൈകുന്നേരങ്ങളിലോ ഒക്കെ നല്ല ജനത്തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് പറയുമ്പോൾ ചൂട് കുറയുന്നതിനനുസരിച്ച് ജനങ്ങൾ ഇങ്ങനെ വരും. ചൂട് ഡൽഹിയിൽ വല്ലാത്ത ചൂടാണ്. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തടത്തോളം അത്രയും ചൂടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് റൂംസും അതും ഇതൊക്കെ ഉണ്ട്. കുറേ ഇതൊരു മദ്രസയായിരുന്നു. ഇത് ഇങ്ങനെ പറയുന്നത് ചരിത്രത്തിൽ ഇതാണ് പറയുന്നത്, ഇത് മദ്രസയാണ്. ഇവിടെ ഈ കാണുന്നതൊക്കെ കേട്ടോ, ഇങ്ങനെ കാണുന്ന റൂംസ് ഇതൊക്കെ മദ്രസയും അതും ഇതൊക്കെയാണ്. എന്തായാലും ഈ പറഞ്ഞു തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി എഴുതി കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇത് ചിലപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് കാരണം ചിലത് മറന്നു പോകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ കാണുന്ന ഭാഗം മൊത്തം കണ്ട ഇടിഞ്ഞു കിടക്കാണ്. എല്ലായിടവും ഇടിഞ്ഞ് നശിച്ചു പോയി. എല്ലാം ദാ ഈ കാണുന്ന മതിൽക്കെട്ടെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു റീകൺസ്ട്രക്ഷനും ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്ത് സംരക്ഷിച്ചാൽ എത്രത്തോളം അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നോക്കിയേ, എന്തുമാത്രം വരുമാനം ഉണ്ടാകുന്നതാണ് സർക്കാരിന്. അതിഭയങ്കരമായ വരുമാനം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഡൽഹി സർക്കാരിന് ടൂറിസത്തിൽ നിന്ന് ഭയങ്കര വരുമാനമുണ്ട് ഈ വക ആം, സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ജനങ്ങൾ വരുന്നതുകൊണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഒത്തിരി സംഭവങ്ങൾ ഡൽഹിയിലുണ്ട്. ടൂറിസത്തിൽ നിന്ന് ഡൽഹിക്ക് അതിഭയങ്കരമായ വരുമാനമാണ് ഉള്ളത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ സർക്കാർ ശ്രദ്ധിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ സിമെന്റ് ഒക്കെ തേച്ച് പിടിപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറേ അധികം ഭാഗങ്ങൾ ഈ വൃത്തിയായിരിക്കുന്നതിനേക്കാളും വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതെന്തൊരു ഭയങ്കര സംഭവം തന്നെയാണ് ഇതെല്ലാം. ഒരു നല്ലൊരു അടിപൊളി പാർക്കുണ്ട് കേട്ടോ, ഇതിനോട് ചേർന്നൊരു നല്ല നല്ല ഒന്നാന്തരം പാർക്കുണ്ട്. എനിക്കിത് കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു എന്താ തോന്നിയത്, ഒരു എക്സൈറ്റ്മെന്റ് ആണ് തോന്നിയത് ഈ സീൻ കണ്ടിട്ട്. ഇവിടുത്തെ നമുക്ക് അത്രത്തോളം ചരിത്രങ്ങൾ അറിയില്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ചരിത്രങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അത് ബോധിപ്പിക്കാൻ പറ്റും. എന്നിരുന്നാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെല്ലാവർക്കും ഈ ചരിത്രങ്ങൾ അറിയാം. പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. കുത്തബ് മിനാറിനെ കുറിച്ചും താജ്മഹലിനെ കുറിച്ചും ലാൽ കിലയെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് അതിൻ്റെ കൂടുതൽ നോളജ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലെങ്കിലും നമുക്കിപ്പോൾ വീഡിയോയിൽ കൂടി ഇത് കാണിച്ചു തരാം. എനിക്ക് അറിയാവുന്നിടത്തോളം ചരിത്രങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നും അല്ല പറഞ്ഞും തരുന്നുണ്ട്. അതവിടെ ഞാൻ എഴുതി കാണിക്കുന്നതുമുണ്ട്.
എന്തായാലും ഇത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. തീർച്ചയായും നമ്മളിവിടെ വിസിറ്റ് ചെയ്തിരിക്കണം. എന്തായാലും ഇന്ത്യക്കാരനാവുമ്പോൾ തീർച്ചയായും കുത്തബ്മിനാർ കണ്ടില്ല എന്ന് പറയുന്നത് ഒരു വലിയ നാണക്കേടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ കുത്തബ്മിനാർ തീർച്ചയായും വന്ന് കണ്ടിരിക്കണം കേട്ടോ, കാണാതിരിക്കരുത്. ഇതൊരു ചരിത്ര പ്രധാനപരമായ സ്ഥലവും എല്ലാം ആണല്ലോ. ഡൽഹി നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ ചരിത്രങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ്, അല്ലാതില്ല. പക്ഷെ ഇതിന്റെ ആദ്യത്തെ ആ ഒരു പിക്ചറൊന്നും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇത് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും അത് പറയാനും പറ്റുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ മൊത്തം അവിടെ ഇവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അവിടെ ഒന്നും കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാനും അവിടെ ഗൈഡുകളൊന്നും ഇല്ല. ആകെ ആ ഗേറ്റിൽ കുറച്ച് ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അകത്തൊന്നും ഒരു മനുഷ്യരും ഇല്ല, ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. ആരോ വരുന്നു പോകുന്നു, അത്ര തന്നെ. ഈ ഗേറ്റിന്റെ അവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ആരും സെക്യൂരിറ്റിയോ ഒരു മനുഷ്യരും ഇല്ല. ഞാൻ ആരെയും കണ്ടതുമില്ല എവിടെയെങ്കിലും. എന്ന് പറയുമ്പോൾ ഇതിനൊന്നും ഭീഷണിയില്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ എവിടെയെങ്കിലും ആരും ശ്രദ്ധിക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിക്കുകയും ടൂറിസം അങ്ങനെ എത്രത്തോളം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആവശ്യം പോലെ ആൾക്കാർ ഉണ്ടാവും. സെക്യൂരിറ്റികളും അതുപോലെ ഗൈഡുകളും മറ്റൊക്കെ ഉണ്ടാവും. നോക്കിയാൽ ആവശ്യം പോലെ ജനങ്ങളുണ്ട് കേട്ടോ. ജനങ്ങൾ ഒത്തിരി പേരുണ്ട്. പക്ഷെ കുറച്ച് ക്ലീൻ ആണ്, അത്ര വൃത്തിഹീനമല്ല ഇതിന്റെ ഈ ചുറ്റുപാട്, ഇതിനുള്ളിലൊക്കെ. ഔട്ട്സൈഡൊക്കെ നിങ്ങൾക്ക് അറിയാം, ഡൽഹി നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അവിടെ എത്രത്തോളം വൃത്തിയായിരിക്കും വൃത്തിഹീനമായിരിക്കും എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തായാലും പിന്നെ കൂടുതലായിട്ട് ഇനി കുത്തബ് വേറൊന്നും കാണാനില്ല. ഈ കാണുന്നത് തന്നെ ആ മിനാറമാണ് ഏറ്റവും വലിയ സംഭവം കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. ഇത് ഇമാം ജമീൻ തോമ്പാണ്. ഇത് പുള്ളിയുടെ ഒരു ശവകുടീരമാണ് ഇവിടെ കാണുന്നത്. ഇമാം ജമീന്റെ കണ്ടോ, ദേ ഈ കാണുന്ന ഒരു ശവകുടീരമാണ്. അതൊക്കെ കണ്ട ഇങ്ങനെ തുറന്ന് കിടക്കാണ്. അവിടെ പട്ടിയും പൂച്ചയൊക്കെ കയറി ഇങ്ങനെ നടക്കുകയാണ്. ആർക്കും ഒരു എന്താ പറയുക, ഉത്തരവാദിത്തം ഇല്ല എന്നല്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതൊക്കെ കണ്ടു ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി, കുത്തബ്മിനാർ കണ്ടു. അടുത്ത സ്ഥലത്തേക്ക് ഇനി നമ്മൾ യാത്രയാണ്. ഇനി നമ്മൾ ലാൽ കിലയിലേക്കാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ലാൽ കില കാണാം. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പുറത്ത് വന്നിട്ട് വേണം, എൻ്റെ ഒരു ബാഗ് അവിടെ സെക്യൂരിറ്റിയിൽ വെച്ചിട്ടുണ്ട്, ആ ബാഗ് വാങ്ങാൻ പോണം കേട്ടോ. അപ്പം എന്തായാലും ബാഗ് വാങ്ങിയിട്ട് നമുക്ക് വാഹനത്തിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. നമ്മൾ ഡ്രൈവർ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.